ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 74-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ചിത്തും ചൈതന്യവും, ചിത്തും ജഡവും, ഇത് രണ്ടും രണ്ടാണെന്നുള്ള രീതിയിൽ ആണ് പൊതുവെ നമ്മളുടെ വ്യവഹാരം, സാധാരണ ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു സൂചന അതങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ഗുരുവിൻ്റെ ചിജ്ജട ചിന്തനം എന്നുള്ള വേറൊരു ഗദ്യ കൃതിയുണ്ട്. അപ്പോൾ അതിനകത്തും ഗുരു വളരെ വിശദമായിട്ടത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളീ കാണുന്ന ലോകം ഇത് പൂർണ്ണമായും ജഡമാണ് എന്ന് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ, മിഥ്യയാണ് എന്നൊക്കെ പറയുമ്പോൾ, അത് ഏത് രീതിയിലാണ് മിഥ്യ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, അത് വളരെ പണ്ടേ തുടങ്ങിയുള്ള ഒരു നമ്മളുടെ ഉപനിഷത്തുകൾ, മഹർഷിമാരുടെ ഈ അദ്വൈതത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന ഒരു പക്ക ഫിലോസഫി. ശരിക്കും ഇംഗ്ലീഷ് ഫിലോസഫി എന്നുള്ള വാക്ക് നമുക്ക് ഈ വേദാന്തത്തിന് സൂട്ടബിൾ അല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് സാധാരണ കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഗുരു ഉൾപ്പെടെ മഹർഷിമാർ എന്തുകൊണ്ടാണ് ഈ കണ്ണുകൊണ്ട് കാണുന്നത് മിഥ്യയാണ്, ഈ ലോകം സത്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വ്യക്തമായി നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ ചില തെറ്റായിട്ടുള്ള ധാരണകൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അനുനിമിഷം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മൊത്തമായിട്ടും ആ ചൈതന്യം തന്നെയാണ്. ചൈതന്യമില്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആ രീതിയിലേക്ക് അതെങ്ങനെയാണ് ഗുരു നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഗുരു പറയുന്നു, പൊടിയൊരു ഭൂവിൽ അസംഖ്യം, ആ പൊടിക്കുൾപ്പെടും ഒരു ഭൂവിൽ ഇതിനില്ല ഭിന്നഭാവം, ജഡമമരുന്നത് പോലെ ചിത്തിലും ചിത്തുടലിലും ഇങ്ങിതിനാൽ ഓർക്കിൽ ഏകം. ഒരു ഭൂവിൽ ഒന്നായിട്ടിരിക്കുന്ന ഒന്നിൽ അല്ലെങ്കിൽ ഭൂമിയിൽ പൊടി അസംഖ്യം. നമുക്ക് പൊടിയെന്ന് പറയുന്നത് ഈ എണ്ണമില്ലാത്ത അനന്തമായിട്ടുള്ള അതിൻ്റെ ആറ്റംസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ പൊടിക്ക് ഉൾപ്പെടും അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂവി ഇതിന്, ഇങ്ങനെയായിട്ടുള്ള ഈ ഭൂമിക്ക് ഇല്ല ഭിന്നഭാവം, ഇതിൽ നിന്ന് വേറിട്ടൊരു ഭാവം ഇല്ല. ജഡം അമരുന്നത് പോലെ ചിത്തിലും. അപ്പോൾ ഇവിടെ ഈ ജഡം ചിത്തിൽ നിന്നും വേറല്ലാതെ അതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിത്ത് ഉടലിലും, ഈ ജഡത്തിലും എന്തു ചെയ്യുന്നു? ചിത്ത് ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാൽ, ഈ കാരണത്താൽ തന്നെ ഓർക്കിൽ ചിന്തിച്ചു നോക്കിയാൽ ഇത് ഏകം, അത് രണ്ടല്ല ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിത്തും ജഡവും തമ്മിൽ വിവേചിച്ച് അറിയേണ്ടതിൻ്റെ, പൊടികളെക്കുറിച്ച് പറയുന്നു പറഞ്ഞാൽ ഈ ഇതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാമാണ്. അപ്പോൾ ഭൂമി, ആ ഭൂമിയുടെ പാർട്ടിക്കിൾസ്, അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വശങ്ങൾ, അംശങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പൊടികളായിട്ടാണ്, കണങ്ങൾ. അപ്പോൾ നമ്മുടെ ആധുനിക സയൻസൊക്കെ ആ ഒരു തലത്തിലേക്ക് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇത് രണ്ടും ഒന്നാണ്. ഇവിടെ ജഡമായിട്ട് നമ്മൾ കാണുന്നു എന്ന് പറയുന്നതിനെ നമ്മൾ വിശകലനം ചെയ്തു പോകുമ്പോൾ അത് ആറ്റമായിട്ടും, ആറ്റത്തിന് നമ്മൾ വീണ്ടും വിശകലനം ചെയ്യുമ്പോൾ അത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണായിട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ നാനോ ഫിസിക്സിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ
ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ചെന്നെത്തുന്നത് ഈ ചിത്തിലാണ്, ഈ ചൈതന്യത്തിലാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പൂർണ്ണമതഃ പൂർണ്ണമിതം. അപ്പോൾ അതും ഇതും പൂർണ്ണമാണ്. അതായത് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന അതും പൂർണ്ണമാണ്. ഏത് തലത്തിൽ? ഇങ്ങനെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ആ ചൈതന്യം തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ എത്തണം. ഊഹാപോഹം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ആ സൂക്ഷ്മ തലത്തിൽ നമ്മൾ എത്തി കണ്ടെത്തണം. ഇപ്പം നമ്മൾ ജഡമായിട്ടിരിക്കുന്ന ഒരു പേന എന്ന് പറയുമ്പോൾ ആ പേനയെ നമ്മൾ അതിൻ്റെ ഓരോന്നായിട്ട് പിരിച്ചു നോക്കുമ്പോൾ ആണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ജഡമായിട്ട് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തേക്ക് മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന രീതിയിൽ ആ ചിത്ത് ചൈതന്യം അതിനകത്തേക്ക് കാണുന്നില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷേ ചൈതന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഒട്ടില്ലാതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ രീതിയിലും ഗുരു ചിത്തിനെയും ജഡത്തിനെയും തരംതിരിച്ച് നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ നമ്മൾക്ക് ഭേദബുദ്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭേദബുദ്ധി വരുമ്പോൾ അത് കുറേയും കൂടിയും സ്ഥൂലമായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി വളരെ സങ്കീർണമായിട്ടുള്ള തലത്തിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ അറിവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗുരു ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സാധാരണ ജനങ്ങളെ, കാരണം മാനവസേവ മാധവസേവ എന്നുള്ളത് മനുഷ്യനെ സ്നേഹിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ആ ഈശ്വരനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, സേവ ചെയ്യുന്നത് എന്നുള്ള അത് നമുക്ക് സ്വാഭാവികമാകണമെങ്കിൽ ഇതിൻ്റെ ആ ഭേദബുദ്ധി അവസാനിച്ചിരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അറിവിൻ്റെ നിറവിൽ നമുക്കും നമ്മുടെ ദൈനംദിന ജീവിതം വളരെ സുഖകരമാകാൻ വേണ്ടി ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.